Classics Kerala Annual Exam 2023-24 Activity Maths question paper and Activity 2 ആണ്. What is the measure of angle DOC? Second B question, what is the measure of angle AOE? C. Find the measure of angle AOD. Name any two linear pair in the figure. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ആദ്യമേ തന്നെ മനസ്സിലാക്കുക, ഒരു സർക്കിളിൻ്റെ ടോട്ടൽ ഡിഗ്രി 360 ആണ്. അപ്പോൾ അതിൻ്റെ ഹാഫ് ഇതിപ്പോൾ ഈ വരച്ചേക്കുന്നത് കണ്ടോ, ഈ ഹാഫ് വരുന്നത് ഒരു സ്ട്രേറ്റ് ലൈൻ വരച്ചാൽ അതിൻ്റെ ഒരു സൈഡിലുള്ള ആംഗിൾസ് 180 ഡിഗ്രി ആയിരിക്കും. അതിൽ എത്ര ആംഗിൾ ഉണ്ടായാലും അത് എല്ലാം കൂടി ആഡ് ചെയ്താൽ കൂട്ടി നോക്കിയാൽ നമുക്ക് 180 കിട്ടണം. പിന്നെയുള്ളത് അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കുന്നത്. ഇപ്പോൾ നോക്കി, AOB ഈക്വൽസ് ആംഗിൾ EOD. അപ്പോൾ ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. ഇപ്പോൾ 6ാം ക്ലാസ്സിൽ ചില കുട്ടികൾക്ക് അറിയില്ല അത് എങ്ങനെയാണ് നമ്മൾ ആംഗിൾ AOB എന്ന് എഴുതുന്നത്. ഇപ്പോൾ AOB, ആ O എന്ന് പറയുന്നതാണ് ഇത് ഇപ്പോൾ ഇവിടെ സെൻറ്ററിൽ കിടക്കുന്നത് O. അപ്പോൾ ഇങ്ങനെയാണ് എഴുതേണ്ടത്, AOB. റെഡിൽ എഴുതിയേക്കണമെന്ന് കണ്ടോ, O. അത് അങ്ങനെ നമുക്ക് ആംഗിൾ BOA എന്നും പറയാം, ആംഗിൾ AOB എന്നും പറയാം, ആംഗിൾ BOA എന്നും പറയാം, അല്ലെങ്കിൽ ആംഗിൾ O എന്ന് പറയാം, ആ സെൻറ്ററിൽ കിടക്കുന്ന ആംഗിൾ O. അതേപോലെ വേറൊരു ഉദാഹരണം, ആംഗിൾ ABC, B, ആംഗിൾ ABC, B ആണ് ഈ കോർണറിൽ. അപ്പോൾ ആംഗിൾ ABC അല്ലെങ്കിൽ ആംഗിൾ CBA എന്ന് പറയാം, അല്ലെങ്കിൽ ആംഗിൾ B എന്നും പറയാം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ലീനിയർ പെയർ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും 2 ആംഗിൾ, ചിലപ്പോൾ അതിൽ 3 ഉണ്ടാവും, 4 ആംഗിൾ ഉണ്ടാവും. ഈ AD എന്ന് എഴുതിയേക്കുന്ന ഈ ലൈനിൻ്റെ അപ്പുറത്തെ സൈഡിൽ 4 5 എത്ര ആംഗിൾ ഉണ്ടെങ്കിലും ഏതെങ്കിലും 2 പെയർ, 2 ആംഗിൾ ഈക്വൽസ് 180 ആയിരിക്കണം. ഇപ്പോൾ ഇതിൽ ആംഗിൾ AOB പ്ലസ് ആംഗിൾ COD എന്നല്ല എഴുതേണ്ടത്, ആംഗിൾ BOD 180 ഡിഗ്രി ആയിരിക്കും. അതേപോലെ തന്നെ ഇപ്പോൾ ഈ സൈഡിൽ ഇപ്പോൾ ഗ്രീൻ കളറിൽ വരച്ചേക്കുന്നത് ആംഗിൾ ABC പ്ലസ് ആംഗിൾ CBD 180 ഡിഗ്രി ആയിരിക്കണം. അതാണ് ലീനിയർ പെയർ എന്ന് പറഞ്ഞാൽ. ഇനി അടുത്തത് ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാൽ, വാട്ട് ഈസ് ദ മെഷർ ഓഫ് ആംഗിൾ DOC? DOC യെല്ലോ കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്നുണ്ടോ? അപ്പോൾ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് അതിനകത്ത്, ക്വസ്റ്റ്യൻ തുടങ്ങുന്നതിന് മുമ്പ് ഇൻ ദ ഫിഗർ ആംഗിൾ DOC ഈസ് ട്വൈസ് എന്ന് പറഞ്ഞാൽ ഇരട്ടിയാണെന്ന്. ഏത് ആംഗിളിൻ്റെ? ആംഗിൾ BOCയുടെ. BOC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 36 ആണ്, 36 ഡിഗ്രിയാണ് 36. അപ്പോൾ ആ 36ൻ്റെ ഡബിളാണ്, ഇരട്ടിയാണ് ആംഗിൾ DOC. 36ൻ്റെ ഇരട്ടി എന്ന് പറഞ്ഞാൽ 36 × 2 ആണ് അല്ലേ. അപ്പോൾ 72 ഡിഗ്രിയാണ് ആംഗിൾ DOC. ഇനി B ക്വസ്റ്റ്യൻ നോക്കിയാൽ, വാട്ട് ഈസ് ദ മെഷർ ഓഫ് ആംഗിൾ AOE? AOE എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ AOE. അപ്പോൾ ഈ ആംഗിൾ AODയുടെ ഓപ്പോസിറ്റാണ് കിടക്കുന്നത് ആംഗിൾ EOB അല്ലെങ്കിൽ BOE. അപ്പോൾ 72 തന്നെയാണ്. അപ്പോൾ ടോട്ടൽ താഴെ ആ ലൈറ്റ് ബ്ലൂവിൽ കിടക്കുന്നത് ടോട്ടൽ 180 ആയിരിക്കണം. 180 72 പോയാൽ എത്രയാണ് വരുന്നത്? 108. അപ്പോൾ ആംഗിൾ AOE കിട്ടിയില്ലേ നമുക്ക്, 108 ഡിഗ്രി. ഇനി അടുത്തത്, ഫൈൻഡ് ദ മെഷർ ഓഫ് ആംഗിൾ AOD. AOD എത്രയാണ്? AOD 72. ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽസ്. ഇനി നെയിം എനി 2 ലീനിയർ പെയേഴ്സ് ഇൻ ദ ഫിഗർ. ഈ ഫിഗറിൽ ഏതാണ് 2 ലീനിയർ പെയർ എന്ന് പറയുന്നത്? ഏതെങ്കിലും 2 ആംഗിൾ ആഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടണം? 180 ഡിഗ്രി കിട്ടും. അപ്പോൾ ആംഗിൾ AOD പ്ലസ് ആംഗിൾ DOB ഈക്വൽസ് 72 + 108 180 ഡിഗ്രി. അല്ലെങ്കിൽ ആംഗിൾ AOE പ്ലസ് ആംഗിൾ EOB ഈക്വൽസ് 180 ഡിഗ്രി, അങ്ങനെ എഴുതിയാലും മതി.
അല്ലെങ്കിൽ ആംഗിൾ എ ഒ സി പ്ലസ് ആംഗിൾ സി ഒ ബി ഈക്വൽസ് 180 ഡിഗ്രി. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ളത് എഴുതാൻ പറ്റും കേട്ടോ.